പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതൊരു രാജ്യത്തിന്റെയും പ്രധാന സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ യുവാക്കൾ തന്നെയാണ്. യുവാക്കൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, യുവാക്കളുടെ പ്രവൃത്തികൾ ആണ് പലപ്പോഴും ഒരു രാജ്യത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിനോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കളുടെ ശക്തിക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായിട്ടുള്ളത് എന്നതാണ്. ഇവിടെ ഇതാ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന നിലയിൽ ഉള്ള നടത്തിപ്പുമായി മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് നീറ്റ് പരീക്ഷകൾ ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കുന്നത്. രാജ്യവ്യാപകമായി നടത്തുന്ന പരീക്ഷകൾ, സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരീക്ഷകൾ ഒക്കെ ചോർന്നിട്ടുള്ള പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ കാലാകാലങ്ങളിൽ അത് തടയുന്നതിനും കൂടുതൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷകൾ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ശ്രമങ്ങൾ ആയിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 2024 തന്നെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പരീക്ഷ, അതും ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അങ്ങനെയുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത്. ഇത് എടുത്തു പറയേണ്ടത്, കാലങ്ങളായി ഇതിന് പിന്നിൽ പല ലോബികളും പ്രവർത്തിക്കാറുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉൾപ്പെടെ ആണ് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയിലേക്കൊക്കെ എത്തുന്നത്. അവിടെയായിരുന്നു അസാധാരണമായ ഒരു പ്രതിഷേധം ഡൽഹിയിൽ രൂപപ്പെട്ടത്. അതാകട്ടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മ. ദിവസങ്ങളുടെ മാത്രം പഴക്കമേ ഉള്ളൂ ആ കൂട്ടായ്മയ്ക്ക്. ആ കൂട്ടായ്മയുടെ വിജയമായി അത് മാറുമ്പോൾ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുകയും ഇനിയെങ്കിലും ഈ പരീക്ഷകൾ, പ്രധാനപ്പെട്ട പരീക്ഷകളുടെ വിവരങ്ങൾ ചോർന്നു പോകരുത് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പൊതുപരീക്ഷ കുറ്റമറ്റതാക്കുക, അതോടൊപ്പം തന്നെ പരീക്ഷാ പേപ്പർ ചോർന്നാൽ, ചോദ്യപേപ്പർ ചോർന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുക. ഇതാണ് ഈ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിലവിൽ 2024 ഭേദഗതി അനുസരിച്ച് 3 വർഷം മുതൽ 5 വർഷം വരെ പിഴ ലഭിക്കുന്ന തരത്തിൽ ആണ് ബില്ലിലെ വ്യവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിഴത്തുക എന്നത് 1 കോടി രൂപ വരെ എന്ന നിലയിലേക്കൊക്കെയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന ശിക്ഷയാണ്. എന്നാൽ പൊതുവിൽ ലഭിക്കുന്ന ശിക്ഷ 25 ലക്ഷം എന്ന നിലയിൽ ആയിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വലിയ മാറ്റങ്ങൾക്ക് സർക്കാർ തയ്യാറെടുക്കുന്നത്. അതായത് ഈ പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയവർക്ക് 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന, അതായത് പിടിക്കപ്പെട്ടാൽ, തെളിയിക്കപ്പെട്ടാൽ പിന്നീട് 10 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്ന നിലയിലേക്ക് നമ്മുടെ നിയമങ്ങളെ മാറ്റി എഴുതാൻ ആണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. അതുമാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട പിഴത്തുക ഒരു പരിധിവരെ കുറഞ്ഞ പിഴത്തുക എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. 50 ലക്ഷം രൂപ പിഴത്തുക കൂടി അടയ്ക്കേണ്ടതായി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ പിഴത്തുക അടയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശിക്ഷ വീണ്ടും മാറുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾ. ആ ഏജൻസികൾ ആണ് പലപ്പോഴും ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ സാങ്കേതികമായ സംവിധാനങ്ങൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒക്കെ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളെയാണ് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ വകുപ്പുകളോ ഒക്കെ ഏൽപ്പിക്കാറുള്ളത്. അത് ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുക എന്നതാണ് ഈ ഏജൻസികളുടെ ഉത്തരവാദിത്തം. എന്നാൽ ആ ഏജൻസികൾ പലപ്പോഴും ചോദ്യപേപ്പർ ചോരുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. അവരുടെ അറിവോടുകൂടിയാണ് പലപ്പോഴും ചോദ്യപേപ്പർ ചോരുന്നത് എന്നാണ് അന്വേഷണങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഏജൻസികൾക്ക് മൂക്കുകയർ ഇടുക എന്നതാണ് ഈ ബില്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നത്. ഏജൻസികൾ വഴിയാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്ന് തെളിഞ്ഞാൽ ആ ഏജൻസി 25 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് വ്യവസ്ഥ. നിലവിൽ അത് 1 കോടിയാണ് എന്നതാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ഈ ഏജൻസിയാണെങ്കിൽ, പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയാണെങ്കിൽ 1 കോടി രൂപയാണ് പിഴ. അത് 25 കോടി രൂപയായി ഉയർത്തുന്നു. ഇനി ഈ ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചാൽ നിലവിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് എങ്കിൽ അത് കുറഞ്ഞത് 3 വർഷവും കൂടിയത് 10 വർഷവും എന്ന നിലയിലേക്ക് ഈ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്നതാണ് ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ. ഇതിൽ തന്നെ എടുത്തു പറയുന്ന ഒന്ന്, ഈ ജയിൽ ശിക്ഷയ്ക്ക് പുറമെ
ഈ ഉദ്യോഗസ്ഥർ, അതായത് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായാൽ ആ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അതിൻ്റെ MD, മറ്റ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്ന് മാത്രവുമല്ല, ഓരോ വ്യക്തിയും, ഓരോ ഉദ്യോഗസ്ഥനും 5 കോടി രൂപ വീതം പിഴ നൽകണം എന്നതാണ് ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ. ഇനി ഇതാ മറ്റുദ്യോഗസ്ഥർ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തടക്കം ഈ പരീക്ഷ നടന്നിരുന്നു. നീറ്റ് പരീക്ഷയുടെ ഫലം റദ്ദാക്കുകയും അതിനുശേഷം പുനഃപരീക്ഷ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവിജിലേറ്റർമാർ, കോർഡിനേറ്റർമാർ, ചോദ്യപേപ്പർ സൂക്ഷിപ്പുകാർ, അങ്ങനെ നിരവധിയായ ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ സൂപ്പർവൈസർമാരുണ്ടായിരുന്നു, ഫ്ലൈയിങ് സ്ക്വാഡുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വിപുലമായ സംവിധാനങ്ങളാണ് ഓരോ പരീക്ഷയ്ക്കും ഒരുക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഇങ്ങനെ സർക്കാർ സംവിധാനത്തിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരും പലപ്പോഴും ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ കണ്ണികളായി പ്രവർത്തിക്കാറുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ, അത് ഒരുപക്ഷെ ഇൻവിജിലേറ്റർ ആകാം, അതല്ല എങ്കിൽ കോർഡിനേറ്റർമാർ ആകാം, അതൊന്നുമല്ല എങ്കിൽ ഈ ചോദ്യപേപ്പർ പരീക്ഷാ ഹാളിൽ വിതരണം ചെയ്യുന്നതുവരെ ചോദ്യപേപ്പറിൻ്റെ സൂക്ഷിപ്പ്, നടത്തിപ്പ് എല്ലാം ചുമതലപ്പെട്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഒരേ സമയമാണ് പരീക്ഷ ആരംഭിക്കുന്നത്. ആ പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ പൊട്ടിക്കുന്നത് വരെ അതിൻ്റെ ഒരു ഡേറ്റയും പുറത്തു പോകാൻ പാടില്ല. എവിടെ നിന്ന് എങ്കിലും ഈ തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായാൽ ആ ഉദ്യോഗസ്ഥർക്കും കുറഞ്ഞത് 5 വർഷവും കൂടിയത് 10 വർഷവും ശിക്ഷ ലഭിക്കും. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ നിർവഹിക്കുന്നവരായിരിക്കും ഈ ഉദ്യോഗസ്ഥർ. അവർക്കും രക്ഷയുണ്ടാകില്ല ഈ ബിൽ പാസ്സാക്കപ്പെട്ടാൽ എന്നതാണ്. അതുമാത്രവുമല്ല, ഈ ഉദ്യോഗസ്ഥർ 5 കോടി രൂപ വരെ പിഴ നൽകേണ്ടതായി വരും. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എങ്കിൽ പോലും 5 കോടി രൂപ വരെ ഉദ്യോഗസ്ഥർ പിഴ നൽകേണ്ടതായി വരുമെന്നതാണ് ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ. മറ്റൊന്ന്, സംഘടിതമായ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതിന് ഒരുപക്ഷെ ഈ കോച്ചിങ് സെന്ററുകൾ കാരണമാകാറുണ്ട്, പുറത്തു നിന്നുള്ള ഏജൻസികൾ കാരണമാകാറുണ്ട്, ഇതിനിടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഇടനിലക്കാർ ഉണ്ടാകും. അങ്ങനെയുള്ള സംഘടിതമായ തട്ടിപ്പ് എന്ന് കണ്ടെത്തുകയോ ആ തട്ടിപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷാ ഏജൻസി, ഉദ്യോഗസ്ഥർ ഇവരൊന്നുമല്ലാതെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എങ്കിൽ അടക്കം അവർക്ക് 7 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കുന്ന വ്യവസ്ഥയാണ് പുതിയ ബില്ലിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് മാത്രവുമല്ല 10 കോടി രൂപ വരെ പിഴ ചുമത്തേണ്ടതായി വരും അങ്ങനെ ഉള്ളവർക്ക് എന്നതാണ്. ഇനിയാണ് ഏറ്റവും എടുത്തു പറയേണ്ട, അതായത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പലപ്പോഴും വിശ്വാസമില്ലാതെ പോകുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് നീതി ലഭിക്കാനുണ്ടാകുന്ന കാലതാമസമാണ്. പ്രിയ പ്രേക്ഷകർ, ഈ ബില്ലിലെ ഏറ്റവും നിർണായകമാകുന്ന വ്യവസ്ഥ എന്നത് ഇനി പറയാൻ പോകുന്നതാണ് എന്നതാണ്. അതിൽ ഒന്നാമത്തേതായി, പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്നറിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ ഇമ്മീഡിയറ്റായി രൂപീകരിക്കുവാനുള്ള അധികാരം ഈ ബില്ലിന്മേൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് ആകട്ടെ, മറ്റ് വിജിലൻസ് സംവിധാനങ്ങളാകട്ടെ, ഏത് അന്വേഷണ ഏജൻസിയുമായിക്കൊള്ളട്ടെ, ആ അന്വേഷണ ഏജൻസികൾ 60 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം, അന്വേഷണം പൂർത്തിയാക്കിയിരിക്കണം എന്നതാണ് ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ എന്നതാണ്. ഇനി ഇതാ 60 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയാൽ സ്വാഭാവികമായും 2 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഇതാ ഇത്തരം സംഭവങ്ങൾ, അതായത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്നതിനും അതിൽ വാദം നടത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുക എന്നതാണ് ഈ ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ. അതുമാത്രവുമല്ല, കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുക എന്നതാണ്. അതായത് ഒരു പരീക്ഷാ ക്രമക്കേട് നടന്നാൽ 60 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുന്നു, 2 മാസം, 3 മാസം വിചാരണ, 5 മാസത്തിനുള്ളിൽ ഈ ആരാണോ ഇതിനകത്ത് പ്രതികൾ അല്ലെങ്കിൽ ഈ പിഴവ് സംഭവിച്ചതിന് പിന്നിൽ ആരൊക്കെയാണോ അവർക്ക് ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ ആണ് ഇപ്പോൾ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് എന്നതാണ്. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകൾ നമ്മുടെ വിവിധ കോടതികളിൽ ഉണ്ട്. അതെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന് പ്രേരണയാകുന്നത്. കാരണം ചോദ്യപേപ്പർ ചോർന്നാൽ അത് കണ്ടെത്തുക പ്രയാസകരമാണ്, അതുമാത്രമല്ല അവരെയൊക്കെ ശിക്ഷിക്കുക പ്രയാസകരമാണ്, ശിക്ഷ ലഭിച്ചാൽ തന്നെ ചെറിയ ശിക്ഷയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലെ പഴയ കേസുകൾ ഉൾപ്പെടെ ഈ അതിവേഗ കോടതിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഴയ കേസുകളിൽ അടക്കം വളരെ പെട്ടെന്ന് വാദം പൂർത്തിയായി ഇനി അവർക്ക് ശിക്ഷ ലഭിക്കാൻ പോകുന്നു എന്നതാണ്.
അതോടൊപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം നമ്മുടെ നിയമ സംവിധാനത്തിലെ പഴുതുകൾ, പിഴവുകൾ, അതാണല്ലോ കുറ്റക്കാർ എപ്പോഴും പ്രയോജനപ്പെടുത്തുക. ഇവിടെ ഇതാ അതിനുള്ള അവസരവും ഇല്ലാതാകുന്നു. വിചാരണ നീട്ടിവെക്കാതിരിക്കുന്നതിന് വേണ്ടി സെക്ഷൻ 12A-യും 12B-യും ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മുട്ടാപ്പോക്ക് പറഞ്ഞുകൊണ്ട് വിചാരണ നടപടികൾ നീട്ടിവെപ്പിക്കാനുള്ള പ്രതികളുടെ, കുറ്റവാളികളുടെ ശ്രമം ഇനി മുതൽ വിലപ്പോകില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്വാഭാവികമായും ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ വിധിച്ചാൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പ്രത്യേകത അറിയാം. ഒരു കോടതി ശിക്ഷ വിധിച്ചാൽ മേൽക്കോടതിയെ സമീപിക്കുക, അപ്പോൾ മേൽക്കോടതിയിൽ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ ഈ നിയമവ്യവസ്ഥയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഇതാ അപ്പീൽ നൽകുക, അതായത് പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർന്ന് ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് അപ്പീൽ നൽകണമെങ്കിൽ ഹൈക്കോടതിയെ മാത്രമേ അവർക്ക് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. 2 ജഡ്ജിമാർ എങ്കിലുമുള്ള ഡിവിഷൻ ബെഞ്ച്, ആ ഡിവിഷൻ ബെഞ്ചിനെ ആണ് ഇവർ സമീപിക്കേണ്ടത്. അതുമാത്രവുമല്ല, ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. 3 മാസത്തിനകം ഈ അപ്പീലിന്മേൽ ഹൈക്കോടതിയും തീരുമാനം എടുത്തിരിക്കണം. മറ്റ് നിരവധിയായ കേസുകൾ, പ്രധാനപ്പെട്ട കേസുകൾ ഒക്കെയുണ്ട് എങ്കിൽ പോലും 3 മാസത്തിനകം തീർപ്പാക്കണം. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ബില്ലിന്റെ പ്രസക്തി. ഇങ്ങനെയൊരു ബിൽ ആണ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. അങ്ങനെ കൂടുതൽ യുവാക്കളുടെ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന ശ്രമം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.